PDF കാണാലോ അല്ലേ? നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ് വേഴ്സസ് ഹെൽത്ത് റെക്കോർഡ് ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് വേഴ്സസ് ഹെൽത്ത് റെക്കോർഡ്. The terms medical record and health record are often used interchangeably to describe patient's clinical record. However, with the advent of subsequent evolution of electronic versions of patient records, these terms actually describe different entities. Okay. നമുക്ക് പേരുകൾ കേൾക്കുമ്പോൾ രണ്ടും ഒരേപോലെ തോന്നാം അല്ലെ? പേരുകൾ മാറിപ്പോവാം. അതായത് മെഡിക്കൽ റെക്കോർഡും ഹെൽത്ത് റെക്കോർഡും സെയിം ആണോ എന്ന് തോന്നൽ തോന്നും അല്ലെ? കൂടാതെ കേൾക്കുന്ന ആൾക്ക് സെയിം രണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന് തോന്നില്ല. ടേംസുകൾ ക്ലിനിക്കലി ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ എന്താ വിചാരിക്കാം? ഒരേപോലെയാണ് തോന്നുക. ടേംസിൽ മാത്രമാണ് ഒരേപോലെ ഉള്ളത്. പക്ഷെ എന്താണ് ഈ പദങ്ങൾ പരസ്പരം മാറി പോകുമെങ്കിൽ കൂടി രണ്ടും രണ്ടാണ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സ് വേറെയാണ്, ഹെൽത്ത് റെക്കോർഡ്സ് വേറെയാണ്. ഓക്കെ. The Office of National Coordinator for Health Information Technology (ONC) distinguishes the electronic medical record and the electronic health record as follows. അപ്പോൾ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സിന് അതിന്റെ എന്തൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പ്രത്യേകതകൾ, എന്താണ് ഹെൽത്ത് റെക്കോർഡ്സിന്റെ പ്രത്യേകതകൾ എന്നതിനെ കുറിച്ചിട്ട് ONC കുറച്ച് പോയിന്റ്സുകൾ വിശദീകരിക്കുന്നുണ്ട്. ONC എന്ന് പറയുന്നത് എന്തിനാണ്? നാഷണൽ കോർഡിനേറ്റർ ഫോർ ഹെൽത്ത് ഇൻഫോർമേഷൻ ടെക്നോളജി. അണ്ടർലൈൻ ചെയ്യാട്ടോ. നാഷണൽ കോർഡിനേറ്റർ ഫോർ ഹെൽത്ത് ഇൻഫോർമേഷൻ ടെക്നോളജി ONC എക്സ്പാൻഷൻ പഠിക്കണം. എന്താണ് ONC എന്ന് പറയുന്നത്? കോർഡിനേറ്റർ ആണ് അല്ലെ? നാഷണൽ കോർഡിനേറ്റേഴ്സ് ആണ്. എന്ത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഏജൻസിയാണത്? ഹെൽത്ത് ഇൻഫോർമേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ? ഹെൽത്ത് ഇൻഫോർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇലക്ട്രോണിക് ഡാറ്റാസിന്റെ കോർഡിനേഷൻസ് ആണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ ഇലക്ട്രോണിക് ഡാറ്റാസിന്റെ കൈകാര്യമാണ് ഇവിടെ നാഷണൽ കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ ONC കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ എക്സ്പാൻഷൻ ഷോർട്ട് ഫോം പഠിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന പോലെയാണ്, അതായത് ONC ആണ് എന്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിനെയും ഹെൽത്ത് റെക്കോർഡ്സിനെയും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ. അതായത് ഇനി പറയുന്ന രീതിയിലാണ്, താഴെ പറയുന്ന രീതിയിലാണ് ONC ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനെയും മെഡിക്കൽ ഹെൽത്ത് റെക്കോർഡ്സിനെയും വിവരിക്കാൻ പോകുന്നത്. ഓക്കെ. ഇപ്പൊ രണ്ടും എന്താണെന്ന് ആദ്യം നമ്മൾ പഠിക്കണം. അതിന് മുൻപായിട്ട് ഞാൻ പറയുന്ന പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാമോ? ഇനി ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ് എന്ന് ഹെഡിങ് കൊടുക്കുക. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഹെഡിങ് ഒന്ന് കൊടുക്കുക കേട്ടോ. EMR ഹെഡിങ് കൊടുക്കുക. ഓക്കെ. യെസ്. ഡിജിറ്റൽ വേർഷൻ ഓഫ് എ, നോട്ട് ചെയ്തോളൂ, ഡിജിറ്റൽ വേർഷൻ ഓഫ് എ paper charts. Digital version of a paper charts. Digital version of a paper charts that stores, that HAT, that store, STORE, that store a patient medical history, a patient medical history, a patient medical history, comma, diagnosis,
comma, diagnosis, medical history, comma, diagnosis, comma, treatment plan, treatment plan, treatment plan, and test results, and test results. Digital version of a paper charts that store a patient's medical history, diagnosis, treatment plan, and test results. എഴുതിയോ? ഒന്നുകൂടി പറയണം. ഓക്കെ, digital version of paper charts, digital version, PERSION, digital version of paper charts, paper charts, 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 that store, എന്തൊക്കെയാണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്? ഈ പേപ്പർ ചാർട്ടില് patient, medical history, diagnosis, treatment plan, and test results. Okay, so I shall cover. എന്താണ് EMR എന്നാണ് നമ്മളിപ്പോൾ എഴുതിയത്. പേപ്പർ ചാർട്സിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ് അല്ലെ EMR എന്ന് പറയുന്നത്. എന്താണ്? പേപ്പർ ചാർട്സിന്റെ ഡിജിറ്റൽ ആയിട്ടുള്ള വേർഷൻ ആണ് എന്ത്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പേഷ്യൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? അതില് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു? പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ എന്തൊക്കെയാണ്? ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് പ്ലാന്, ടെസ്റ്റ് റിസൾട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനു ഉൾപ്പെടുന്നത്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന്. രണ്ടും വേർതിരിച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതൊക്കെയാണ് ഇതൊരു ഡിജിറ്റൽ വേർഷൻ ആണ് അല്ലെ, പേപ്പർ ചാർട്സിന്റെ ഡിജിറ്റൽ വേർഷൻ ആണ് EMR എന്ന് പറയുന്നത്. അതിലുള്ള ഇൻക്ലൂഡ് ചെയ്ത വിവരങ്ങൾ ഏതൊക്കെയാണ്? പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് പ്ലാൻ ആൻഡ് ടെസ്റ്റ് റിസൾട്ട്സുകൾ. ഓക്കെ, യെസ്. ഇനി ഇങ്ങോട്ട് നോക്കൂ. ONC ഇവിടെ ഇത് പറയുന്ന രീതിയിലാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന് ONC വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? Electronic medical records, EMRs, are digital version of paper charts. An EMR contains the medical and treatment history of the patients within a single practice or organization. Okay, നമ്മൾ പറഞ്ഞത് തന്നെ കുറച്ചും കൂടി സിമ്പിൾ ആക്കിയാണ് ഞാൻ പോയിന്റ് ആയിട്ട് തന്നത് കേട്ടോ. എന്താണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്? ഡിജിറ്റൽ വേർഷൻ ആണല്ലേ, പേപ്പർ ചാർട്ടുകളുടെ ഡിജിറ്റൽ വേർഷൻ ആണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത്. പേഷ്യൻസിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് ഹിസ്റ്ററീസും മെഡിക്കൽ ഡീറ്റെയിൽസും ആണ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, EMR have an advantages over paper records. For example, EMRs are enable clinicians to do the following. EMR എന്ന് പറയുന്നത് EMRന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേപ്പർ റെക്കോർഡ്സിനേക്കാളും നമുക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആവുന്ന രീതിയിലാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. ക്ലിനിഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിനെ സംബന്ധിച്ചിടത്തോളം EMRന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. ഓക്കെ, ഒരു പോയിന്റ് നോക്കാം. എന്താണ്? ട്രാക്ക് ഡാറ്റ ഓവർ ടൈം, easily identify which patients are due for preventive screening or checkups. Check how their patients are doing on certain parameters such as blood pressure reading or vaccinations. Then monitor and improve overall quality of care within the practice.
ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ട്രാക്ക് ഡാറ്റ ഓവർ ടൈം. എന്താ പറയുന്നത്? ഈസി ആയിട്ട് അവരുടെ ഡാറ്റാസ് ട്രാക്ക് ചെയ്യാനായിട്ട് ഏത് സമയത്ത് എന്താണ് പേഷ്യൻസിന്റെ ഡാറ്റാസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? easily identify which patients are due for preventive screening or checkups. Second point എന്താ പറയുന്നത്? Easily identify which patients are due for preventive screening or checkups. എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? കഴിച്ചു നോക്കിയേ. ആദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും? Due for preventive screening or checkups. എന്താ സൂചിപ്പിക്കുന്നത്? എല്ലാവരും കേൾക്കുന്നില്ലേ പറയുന്നേ? ഏതൊക്കെ രോഗികളാണ് സ്ക്രീനിങ്സിനോ അല്ലെങ്കിൽ ചെക്കിങ്സിനോ വിധേയരാകേണ്ടത്, ആരൊക്കെയെന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് അത് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും പേഷ്യൻസിനെ സംബന്ധിച്ച് ഏതെങ്കിലും ചെക്കപ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ക്രീനിങ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസ് ഏതൊക്കെയാണ്, അതായത് പരിശോധനക്ക് വിധേയരാകേണ്ടത് ആരൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ സഹായിക്കും. Okay. Yes. Slide second point. The third one, check how their patients are doing on certain parameters such as blood pressure, readings, or vaccinations. Check how their patients are doing on certain parameters such as blood pressure, readings, or vaccinations. Brother diploma പഠിച്ചിട്ടുണ്ട് type 2 പേഷ്യൻസിന്, type 2 ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ അവരുടെ ഡയബറ്റിക്സിന്റെ ലെവൽസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ മറ്റു വാക്സിനേഷൻസ് ഉള്ള പേഷ്യൻസിനൊക്കെ എന്താണ് ഏതൊക്കെ ടൈമിലാണ് അത് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങൾ പിന്നീട് നോക്കാൻ സാധിക്കുന്നു? Check how their patients are doing on certain parameters such as blood pressure and reading or vaccinations. പേഷ്യൻസ് സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് മറ്റ് വാക്സിനേഷൻസ് പോലുള്ള അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഏതൊക്കെ രീതിയിൽ അവരുടെ ഹെൽത്ത് അവരുടെ ലൈഫായിട്ടുള്ള ഹെൽത്ത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ടും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ സഹായിക്കുന്നു. ഓക്കെ, പ്രത്യേകിച്ച് ടൈപ്പ് 2 പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ടൈപ്പ് 1, ടൈപ്പ് 2 പേഷ്യൻസ് ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറയാലോ. ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ വാക്സിനേഷൻസ് അല്ലെങ്കിൽ മറ്റു ബ്ലഡ് പ്രഷർ റീഡിങ്സ് ഒക്കെ നോക്കുന്നതിനൊക്കെ തന്നെ എന്താണ് അവർക്ക് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്ലഡ് പ്രോസസ് അല്ലെങ്കിൽ BP ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നമുക്ക് എന്താണ് ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആശ്രയിക്കുന്നത് വഴി കൃത്യമായിട്ട് ലെവൽസ് ഒക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് പോകാനും കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് EMR സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്? മോണിറ്റർ ആൻഡ് ഇംപ്രൂവ് ഓവറോൾ ക്വാളിറ്റി ഓഫ് കെയർ വിത്തിൻ ദ പ്രാക്ടീസ്. Monitor and improve overall quality of care within the practice. ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ മൊത്തത്തിലുള്ള ഗുണനിലവാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ,
അതായത് ഹോസ്പിറ്റലിനകത്ത് നല്ലൊരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സുകൾ നല്ല രീതിയിൽ സഹായിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഏത് സമയത്തും ഡാറ്റാസുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഏതെങ്കിലും അതായത് ചെക്കപ്സിനോ സ്ക്രീനിങ്ങിനോ ഒക്കെ വിധേയരാകേണ്ട പേഷ്യൻസ് ഏതൊക്കെയാണ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ ലെവൽസിന്റെ റീഡിങ്സുകളും മറ്റ് വാക്സിനേഷൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ സഹായിക്കുന്നു. അതോടൊപ്പം ഹെൽത്ത് കെയർ മേഖല ഓവറോൾ ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് EMR സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയുന്ന ഒരു 2-3 പോയിന്റ്സ് കൂടി നിങ്ങൾ അഡ്വാൻറ്റേജസ് ആയിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. നോട്ട് ചെയ്യാം. ഈസി ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. ഈസി ആക്സസ് ടു 1, 2 പോയിന്റ് എടുത്തിട്ട് എഴുതിയാൽ മതി. ഈസി ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പഠിക്കുക കേട്ടോ. ഈസി ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. Second point, reduced errors. Reduced errors. Reduced errors, comma, reduced errors, mistakes, reduced errors, comma, better coordination between doctors. Better coordination between doctors. Better coordination between doctors. Then third one, faster retrieval of records. Faster retrieval of records. Faster retrieval of records. And better security. And better security. Another point is easy access to patient data. Easy access to patient data. Reduced errors. Better coordination between doctors. Then faster retrieval of records. Faster retrieval of records. Faster retrieval of records and better security. Okay. ഹെൽത്ത് കെയർ മേഖലയിലെ EMR കൊണ്ടുള്ള ബെനഫിറ്റ്സുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഡോക്ടേഴ്സിന് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് EMR എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ടെക്സ്റ്റിൽ പഠിച്ച പോയിന്റ്സ്, ടെക്സ്റ്റിലുള്ള പോയിന്റ്സിന്റെ കൂടെ ഈ ഒരു പോയിന്റ്സ് കൂടി നിങ്ങൾ പഠിക്കാം. ഓക്കെ, അത് വായിച്ചു നോക്കാമോ? തന്ന പോയിന്റ്സും EMRന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കാം. Okay.
ക്ലിയർ ആണോ? ഓക്കെ ആണോ ഇവിടെ? Yes. Okay. But the information in EMR does not travel easily out of the practice or organization. In fact, the patient's record might even have to be printed out and delivered by mail, specialist, and other members of the care team. In that regard, EMRs are not much better than a paper records. Okay, ഇവിടെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഒക്കെ ഒരു ചെറിയൊരു പോരായ്മ പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് EMR-ന് ഈസി ആയിട്ട് പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന് എന്താണ് നമുക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഓൾറെഡി പ്രിന്റ് ഔട്ട് എടുത്തിട്ടായിരിക്കും കെയർ ടീംസിലേക്ക് അതർ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ചില സമയങ്ങളിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ചില സിറ്റുവേഷൻസ് ബേസ്ഡ് എന്താണ് ഇത് ഡെലിവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതിന്റെ പ്രിന്റ് ഔട്ടോ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന് പ്രിന്റ് എടുക്കേണ്ട ആവശ്യകത വന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ചില സമയങ്ങളിൽ മെയിൽ ചെയ്യാൻ മാത്രം സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ അത്തരം സാഹചര്യം നോക്കുകയാണെങ്കിൽ EMRs are not much better than a paper record. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു കാരണം കൊണ്ട് മാത്രം പേപ്പർ റെക്കോർഡ്സിനേക്കാൾ EMR മികച്ചതല്ല എന്നുള്ള രീതിയിലാണ് അവിടെ കാണിക്കുന്നത്. അതായത് പേപ്പർ റെക്കോർഡ്സിന് വേറൊരു വേർഷൻ ആണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് ഇത് പ്രിന്റ് എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അത്തരം സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എന്താണ് പേപ്പർ സ്റ്റാമ്പ്സുകളും ഇലക്ട്രോണിക് റെക്കോർഡ്സുകളും ഏകദേശം എന്താണ് ഒരേപോലെ ഉള്ള സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ EMR-കൾ പേപ്പർ റെക്കോർഡ്സിനേക്കാൾ മികച്ചതല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ചില സാഹചര്യങ്ങളിൽ മാത്രം. ഓക്കെ, അതായത് ഓൾറെഡി എന്താണ് മെഡിക്കൽ പേപ്പർ റെക്കോർഡ്സിന്റെ വേറൊരു വേർഷൻ ആണ്. എന്നിരുന്നാൽ പോലും എന്താണ് ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പ്രിന്റ് ഔട്ട് നമുക്ക് എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. ഓക്കെ, അപ്പൊ അത്തരം സാഹചര്യങ്ങൾ എന്താണ് പേപ്പർ ചാർട്ട്സിനേക്കാളും മികച്ചതായിട്ട് അതിനെ കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ? യെസ്. ഓക്കെ, ഞാൻ തന്ന ഒരു ഡെഫിനേഷൻ പഠിക്കാൻ എന്താണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന ഭാഗത്ത് പഠിക്കാൻ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ള പോയിന്റ്സും നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്. നമ്മളിപ്പോ നേരത്തെ പഠിച്ചത് EMR ആണ്. ഇതെന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആണ്. എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത്? എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അതിൽ ഉൾപ്പെടുന്നത്? All those things and more. EHR focus on the total health of the patient going beyond standard clinical data collected in the provider's office or during episodes of care. And is inclusive of a broader view in a patient's care. EHRs are designed to reach out beyond the health organization that originally connects and compiles information. They are built to share information with other healthcare providers, such as laboratories, specialists. So they contain information from all the clinicians involved in patient care. Okay. എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? EHR പഠിച്ചിട്ടുള്ളതല്ലേ നിങ്ങൾ? EHR പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡീറ്റെയിൽസ് അല്ലെ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകള്, ഫാമിലി ഹിസ്റ്ററി, അതായത് ഓവറോൾ ഹെൽത്ത് ഹിസ്റ്ററീസ് ആണ് ഇതിലുണ്ടായിരിക്കുക.
ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കുക. ഇതൊക്കെ നോട്ട് ചെയ്യാൻ ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാമോ? ഹെൽത്ത് റെക്കോർഡ്സ് പറയുന്നതാണ് ഇൻക്ലൂഡ് ഓൾ ഹെൽത്ത് ഇൻഫർമേഷൻ, ഇൻക്ലൂഡ് നോട്ട് ചെയ്യാം, ഇൻക്ലൂഡ് ഓൾ ഹെൽത്ത് ഇൻഫർമേഷൻ. എഴുതിയെടുക്കുന്നില്ലേ നിങ്ങള്? include all health information across providers, across ACROSS, across providers, lifestyle, comma, family history, etc. ഇതൊക്കെയാണ് EHR ഉൾപ്പെടുന്നത്. include all information across providers, lifestyles, family history, etc. അതായത് ഓവറോൾ ഹെൽത്ത് ഹിസ്റ്ററീസ് ആണ് എന്തിലുണ്ടായിരിക്കുക? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഓവറോൾ ഹെൽത്ത് ഹിസ്റ്ററി ഒന്ന് പ്രാക്ടിക്കൽ ചെയ്ത് വെച്ചിട്ടോ. ഓവറോൾ ഹെൽത്ത് ഹിസ്റ്ററി. അപ്പൊ ഈ ഹെൽത്ത് റെക്കോർഡ്സ് കൊണ്ട് രോഗികൾക്ക് എന്തെല്ലാം ബെനഫിറ്റ്സുകളാണ് ഉണ്ടാവുന്നത്? ഹെൽത്ത് റെക്കോർഡ്സിനെ കൊണ്ട് നമ്മൾ പഠിച്ചു ഓവറോൾ ഹെൽത്ത് ഹിസ്റ്ററി ആണ് ഇതിൽ ഉണ്ടായിരിക്കാന്ന് പറഞ്ഞല്ലോ. അതിനാൽ തന്നെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എന്തിനെല്ലാം സഹായിക്കുന്നുണ്ട് ഹെൽത്ത് റെക്കോർഡ്സുകള്? പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ആരോഗ്യ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ? പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ആരോഗ്യ കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. നമ്മള് ഡിപ്ലോമയിലെ EHRന്റെ കമ്പോണൻസ്, ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? ഓർമ്മയുണ്ടോ? പല രീതിയിലെ മാനേജ്മെന്റ്സിനൊക്കെ സഹായിക്കുന്നുണ്ട്. വാക്സിനേഷൻ മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ്, പിന്നെ വേറെ എന്തൊക്കെയാണ്? ഫെസിലിറ്റി മാനേജ്മെന്റ്, അങ്ങനെ ഒരു 11ഓളം മാനേജ്മെന്റ്സുകൾ പ്രധാനമായും പഠിച്ചിട്ടുണ്ട് കമ്പോണൻസുകളായിട്ട്. ഓർമ്മയുണ്ടോ പഠിച്ചത്? യെസ്. ഓക്കെ, പേഷ്യൻസിനെ സംബന്ധിച്ച് ഡയറ്ററിക് പ്ലാൻസ് വരെ നമുക്ക് ഈ ഒരു EHR ഉപയോഗിച്ചുള്ള പേഷ്യൻസിന്റെ ഡയറ്ററി പ്ലാൻസ് ഉൾപ്പെടെ എന്താണ് അത് നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഇവിടെ പറയുന്നത് EHR focus on the total health of the patient going beyond standard clinical data. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഓവറോൾ ഹെൽത്ത് ഹിസ്റ്ററീസിന്റെ ഡാറ്റാസ് ആണ് EHRൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതായത് എപ്പിസോഡ്സ് ഓഫ് കെയർ. എപ്പിസോഡ്സ് ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിസോഡ്സ് ഓഫ് കെയർ എന്ന് പറയുന്നത് അതായത് എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് ഒരു രോഗിക്ക് പ്രത്യേക സമയത്തേക്ക്, അതായത് പ്രത്യേക അവസ്ഥയിലുള്ള രോഗിക്ക് ഒരു പ്രത്യേക സമയത്തേക്ക് നമ്മൾ നൽകുന്ന സേവനങ്ങളെയാണ് നമ്മൾ എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. അതായത് ഒരു രോഗി രോഗാവസ്ഥയുമായി വരുന്ന സമയത്ത് ആ രോഗിക്ക് ഏതൊക്കെ രീതിയിലുള്ള ആവശ്യകതകളുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് എങ്ങനെയതിലൂടെ സാധ്യമാക്കാൻ സാധിക്കുന്നു? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് എപ്പിസോഡ്സ് ഓഫ് കെയർ എന്ന് പറയുന്നത്. എപ്പിസോഡ്സ് ഓഫ് കെയർ എന്ന ഭാഗം നമുക്ക് ഇനി ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത്? എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രോഗാവസ്ഥയിലുള്ള ഒരു പേഷ്യൻസ് വരെയാണെങ്കിൽ ആ രോഗിക്ക് ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രം നമ്മൾ നൽകുന്ന സേവനങ്ങളെയാണ് എപ്പിസോഡ്സ് ഓഫ് കെയർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേക്കോ? ഏതെങ്കിലും പേഷ്യൻസ് ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് വരുന്ന സമയത്ത് അവർക്ക് എന്താണോ ആവശ്യം എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സഹായിക്കും.
എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും എല്ലാ തരത്തിലുള്ള ഹെൽത്ത് ഓർഗനൈസേഷൻ റിലേറ്റഡ് എല്ലാ റൂൾസും റെഗുലേഷൻസ് പാലിച്ചിട്ട് തന്നെയാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ അത് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല they are meant to share information with other healthcare providers such as laboratories and specialists. EHR ലുള്ള വിവരങ്ങളാണ് നമ്മൾ ലബോറട്ടറീസിലെയും സ്പെഷ്യലിസ്റ്റിനൊക്കെ കൃത്യമായിട്ട് സെൻഡ് ചെയ്യുന്നത്. So they contain information from all the relations involved in the patients. Yes. അപ്പോ എന്തിനൊക്കെ സഹായിക്കുന്നു? പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിന്, പ്രത്യേകിച്ച് നല്ലൊരു പേഷ്യൻസ് കെയർ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളെ സഹായിക്കുന്നു. അപ്പോൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനെ പറ്റിയുള്ളൊരു റെക്കോർഡിക്കൽ ആയിട്ടുള്ള 2011 ഒരു ഇൻഫോർമേഷൻ ഡാറ്റാസിനെ കുറിച്ചുള്ള പേരാണ് ഈ ക്ലാരറ്റ് ആൻഡ് സെഡിമെന്റ് എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, EHR ഏതൊക്കെ രീതിയിലാണ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിനെ സഹായിക്കുന്നത്? രോഗിയുടെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും കൃത്യമായിട്ട് ആക്സസ് ചെയ്യുന്നതിന്, കൃത്യമായ രീതിയിലുള്ള ഒരു നല്ല കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് EHR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി EHRന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം കേട്ടോ. EHRന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? Benefits of EHRs that faster access to faster access to patient history anywhere. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് പഠിച്ചാൽ മതി കേട്ടോ നിങ്ങള്. faster access to patient history anywhere. എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് പേഷ്യൻസിന്റെ ആ ഒരു ഡാറ്റാസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഹിസ്റ്ററി നമുക്ക് എത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് EHRകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഫാസ്റ്റർ ആക്സസ് ടു പേഷ്യന്റ് ഹിസ്റ്ററി എനിവർ. എഴുതിയോ? സെക്കൻഡ് പോയിന്റ്, better coordination between doctors or hospitals. Better coordination between doctors and patients. Better coordination between doctors and patients. Better coordination between doctors and patients. Third one, secure storage. Secure storage. Secure storage, comma, easily sharing with the specialists. Easily sharing with the specialist. Easily sharing with the patients. Patients are specialist. Secure storage, comma, easily sharing with the specialist. Then fourth one, save time and less paperwork. Save time and less paperwork. Save time and less paperwork. EHRന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പൊ faster access to patient history anywhere. Patient history നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ എന്താണ്, better coordination between ആരൊക്കെ തമ്മിലുള്ള കോർഡിനേഷൻ നടത്താൻ സഹായിക്കുന്നു? പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിലുള്ള better coordination between patient and doctors. Then സ്റ്റോറേജുകൾ എപ്പോഴും പ്രത്യേകിച്ച് ഈ ഡാറ്റാസ് എല്ലാം തന്നെ വളരെ സെക്യൂർ ആയിട്ടുള്ള മാനറിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സ്പെഷ്യലിസ്റ്റുകൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് ഈ ഡാറ്റാസ് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് EHR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെക്യൂർ സ്റ്റോറേജ്, ഈസിലി ഷെയറിംഗ് വിത്ത് സ്പെഷ്യലിസ്റ്റ്. പിന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ടോ ഇത് ചെയ്യാനായിട്ട്? ഒരുപാട് സമയം ആവശ്യമാണോ? അല്ല, അല്ലെ?
save time and plus paper work ആണ്. നമുക്ക് പേപ്പർ വർക്കിന് ഉപയോഗം അവിടെ വളരെയധികം വരുന്നില്ല. എങ്ങനെയാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വിവരങ്ങൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനായിട്ടും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ സഹായിക്കും. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കാം. ഈ മെഡിക്കൽ റെക്കോർഡ്സിൽ എന്താണ് ഉൾപ്പെടുന്നത്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ ക്ലിനിക്കൽ ഡാറ്റാസ് ആണ് അല്ലെ. ക്ലിനിക്കൽ ഡാറ്റാസ് അബൌട്ട് patient treatment in a specific health care facility. ഈ പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്തോട്ടോ. വളരെ ഒന്നുകൂടി ചെറുതാക്കിയതാണ്. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ റെക്കോർഡ്സ് നമ്മൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് പ്രധാനമായിട്ട് നമ്മൾ എന്താണെന്നില്ല ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ക്ലിനിക്കൽ ഡാറ്റ about clinical data clinical data about patient treatment in a specific healthcare facility. Clinical data about a patient's treatment in a specific healthcare facility. Medical records എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലിനിക്കൽ ഡാറ്റാസ് അല്ലെ. ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽത്ത് ഡാറ്റയാണ് എന്ത്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ ഇൻക്ലൂഡ് ഓൾ ഹെൽത്ത് ഇൻഫോർമേഷൻ അല്ലെ. അതായത് ഒരു പേഷ്യൻസിന്റെ ഓവറോൾ ഹെൽത്ത് ഹിസ്റ്ററീസ് ആണ് എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? EHR ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. EMR എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ എന്താണ്? ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ പേഷ്യൻസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇതിൽ ഉണ്ടായിരിക്കുക. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കുക. EHR എന്താണ് ഉണ്ടാവുന്നത്? ഓവറോൾ ഹെൽത്ത് ഹിസ്റ്ററി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസസ് മനസ്സിലായോ നിങ്ങൾക്ക്? No response. EHR എന്താണ്? EMR എന്താണ്? രണ്ടും രണ്ടായിട്ട് മനസ്സിലായോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ബെനഫിറ്റ്സ് ഉള്ള മനസ്സിലായോ ഇതിന്റെ രണ്ടിന്റെ? വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നിശ്ചിത ചികിത്സയെ കുറിച്ച് മാത്രം കാണിക്കുന്നതാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. ഒരു നിശ്ചിത ചികിത്സയെ കുറിച്ച് മാത്രം കാണിക്കുന്നതാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനെ നമ്മൾ വളരെ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? ഒരു വ്യക്തിയെ കുറിച്ചുള്ള രോഗിയെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ആരോഗ്യത്തിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എന്തിനുണ്ടായിരിക്കുക? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഉണ്ടാവുക. മറ്റതിൽ എന്താണ്? അങ്ങനെ ഡിഫറൻസ് ആക്കി അത് വ്യക്തമായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അതാണ് പറഞ്ഞത്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ഒരു നിശ്ചിത ചികിത്സയെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ മറ്റത് എന്തിനെ കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്? ഒരു വ്യക്തിയെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ആരോഗ്യ ചരിത്രമാണ് അല്ലെങ്കിൽ ഒരു ഓവറോൾ മെഡിക്കൽ ഹിസ്റ്ററിയാണ് EHR-ലുള്ളത്. മറ്റതിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമാണ്. ക്ലിയർ? ഇനി പേഷ്യന്റ് റെക്കോർഡ് പർപ്പസ്. എന്താണ് പേഷ്യന്റ് റെക്കോർഡ് പർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഇങ്ങനെ അനലൈസ് ചെയ്താൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് പേഷ്യന്റ് റെക്കോർഡ്സ് ഫോളോ ചെയ്യുന്നത്? ഹെൽത്ത്
care organization maintain patient clinical records for several key purposes. അല്ലെ, പല പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റ് കെയർ റിപ്പോർട്ട്സുകൾ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒന്ന് പറയാമോ? ഏതെങ്കിലും പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്? പ്രധാനമായും യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഹെൽത്ത് റെക്കോർഡ്, ഈ പേഷ്യന്റ് റെക്കോർഡ്സ് നമുക്ക് റിസർച്ചിന് സഹായമാവുന്നുണ്ടോ? പേഷ്യൻസിന്റെ റെക്കോർഡ്സ് റിസർച്ചിന് സഹായമാവുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഹെൽത്ത് കെയർ മേഖലയിലെ യെസ്. എന്തുകൊണ്ടാ റിസർച്ച് പറയാഞ്ഞേ? യെസ്, ഓക്കെ. ഏതെങ്കിലും തരത്തിലുള്ള പുതിയ രോഗങ്ങളെ കുറിച്ച് നമുക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ പല ഡീറ്റെയിൽസ് നോക്കാറുണ്ട്. അല്ലെ, റിസർച്ച് പർപ്പസിനാണ്, ഗവേഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇനി മറ്റെന്തൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പേഷ്യന്റ് റെക്കോർഡ്സുകള്? ഹെൽത്ത് കെയർ മേഖലയിലെ മറ്റ് അനാലിസിസിന് വേണ്ടി, മറ്റ് വിലയിരുത്തലുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഒക്കെ വിവരിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും സീസണാലിറ്റി ഉണ്ടാവുന്ന സിറ്റുവേഷൻസ്, അതായത് ചില നമ്മുടെ കൊറോണ ഒക്കെ ഉണ്ടായ സമയത്തൊക്കെ ഒരു സർവേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നു. അല്ലെ, അതേപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് നമ്മൾ എന്താണ് പേഷ്യന്റ് റെക്കോർഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ പല രീതിയിലുള്ള പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് പേഷ്യന്റ് റെക്കോർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, as we move into the discussion on clinical information system in following chapters, it's important to remember these purposes which remain constant regardless of format of infrastructure. Supporting the records in considering the purposes listed in the scope of care is also important. Records support not only managing a single episode of care, but also patient's continuum of care and the population health. Patient health പേഷ്യന്റ് റെക്കോർഡ്സിന്റെ പർപ്പസ് തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മാനേജ് ചെയ്യുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമല്ല ഈ പേഷ്യന്റ് റെക്കോർഡ്സ് നമ്മൾ സൂക്ഷിക്കുന്നത്. അല്ലെ, കുറച്ച് സമയത്തേക്ക് മാത്രമാണോ? അല്ല, സ്ഥിരമായിട്ടൊരു പേഷ്യൻസ് അവിടെ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഫോളോ അപ്പിന് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ്സ്, നിങ്ങൾ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കും, അതിനുശേഷം നിങ്ങൾ പിന്നെയും ആ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ വേറെ ചാർട്ട് എടുക്കുമോ? വേറെ റെക്കോർഡ് എടുക്കുമോ? ഇല്ല. എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി ഉള്ള റെക്കോർഡ്സ് തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. അല്ലെ, വീണ്ടും അതിങ്ങനെ പുതിയതായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതിന് അഡ്മിഷൻ ടൈമിലോ അല്ലെങ്കിൽ പേഷ്യൻസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ പിന്നീട് ആ ഒരു പ്രശ്നസത്തയിലാണ് ആദ്യം ചാർട്ട് റെക്കോർഡ്സ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം എന്താണ്, അതിൽ തന്നെ നമ്മുടെ ആ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അതിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ മിസ്സിംഗ് വരുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ നമ്പർ മാറുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മിസ്മാച്ചിങ് വരുമ്പോൾ മാത്രമായിരിക്കും പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നുകൂടി മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യന്റ് റെക്കോർഡ്സ് ഒന്നുകൂടി, അല്ലെങ്കിൽ പേഷ്യന്റ് ചാർട്ട് രണ്ടാമത് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഒരു ഹോസ്പിറ്റലിലുള്ള റെക്കോർഡ് ഏതാണോ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് റെക്കോർഡ്സ് support not only managing a single episode of care but also patient's continuum of care and the population health. ഒരു സിംഗിൾ എപ്പിസോഡ് കെയറിന് വേണ്ടി മാത്രം. സിംഗിൾ എപ്പിസോഡ് എന്ന് പറയുന്നത് എന്താണ്? എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചത്? എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞാൽ സിംഗിൾ എപ്പിസോഡ് എന്താണ്? എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? Generally refers to the service provided to a patient with a specific condition for a specific period of time. Episode of care എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേക അവസ്ഥയിലുള്ള രോഗിക്ക് നമ്മൾ ഒരു പ്രത്യേക സമയത്തേക്ക് നൽകുന്ന സേവനങ്ങളെയാണ് എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ സിംഗിൾ എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിംഗിൾ എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിംഗിൾ എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് ഒരു സമയത്തേക്ക് കൊടുക്കുന്നതാണ് എപ്പിസോഡ് ഓഫ് കെയർ. സിംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിംഗിൾ എപ്പിസോഡ് ഓഫ് കെയർ സെയിം തന്നെയാണോ? 2, 3 തന്നെയാണോ?
എപ്പിസോഡ് ഓഫ് കെയറും സിംഗിൾ എപ്പിസോഡ് ഓഫ് കെയറും ഒക്കെ തന്നെയാണോ? വായിച്ചു നോക്കിയിട്ടില്ലേ അത്? സ്പെസിഫിക് ഒരു രോഗിക്ക് നമ്മൾ ഒരു പ്രത്യേക സമയത്ത് കൊടുക്കുന്ന കെയറിനെയാണ് നമ്മൾ എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്, പ്രത്യേക സമയത്തേക്ക്. സിംഗിൾ എപ്പിസോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രക്ഷയില്ല, പിടിയില്ല. അറിയില്ല. നമ്മുടെ ഓരോ സമയത്ത് കൊടുക്കുന്ന കെയർ ആണ് കേട്ടോ. ഇവിടെ സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേക ടൈമിൽ നമ്മൾ കൊടുക്കുന്നതിന് തന്നെയാണ് സിംഗിൾ എപ്പിസോഡ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻസ് വന്നാലും നമ്മൾ ആ ഒരു സമയത്തേക്ക് അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രത്യേക സമയത്തേക്ക് പ്രത്യേക രോഗാവസ്ഥയുള്ള പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്ന കെയറിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ എപ്പിസോഡ് ഓഫ് കെയർ. അത് ഓരോ സമയത്തും കൊടുക്കുന്ന കെയറുകൾ. പേഷ്യന്റ് വന്ന് അഡ്മിറ്റായി ആ സമയം തുടങ്ങി ആൾക്ക് കൊടുക്കുന്ന എല്ലാ ഫോളോ അപ്സ് എന്താണ് എപ്പിസോഡ് ഓഫ് കെയർ, സിംഗിൾ എപ്പിസോഡ് ഓഫ് കെയർസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഒരു രോഗിക്ക് കൊടുക്കുന്ന എല്ലാ സേവനങ്ങളെയും ഈ എപ്പിസോഡ് ഓഫ് കെയർ എന്ന രീതിയിൽ ഉൾപ്പെടുത്തും കേട്ടോ. എന്തൊക്കെ ചികിത്സ പേഷ്യന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്? ഇപ്പൊ വൈറ്റൽ സൈൻ നമ്മൾ ചെക്ക് ചെയ്യും, ബി പി ചെക്ക് ചെയ്യും, സാച്ചുറേഷൻ നോക്കും, ടെമ്പറേച്ചർ നോക്കും, പിന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും. ഇതിൽ ടെസ്റ്റ് ചെയ്താൽ അതൊക്കെ ചെയ്യും. ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നതാണ് എപ്പിസോഡ് ഓഫ് കെയറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ ആ രോഗിക്ക് കൊടുക്കുന്ന പരിചരണമാണത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എപ്പിസോഡ്സ് ഓഫ് കെയർസ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദ സർവീസ് പ്രൊവൈഡ് ടു ദ പേഷ്യൻസ്. ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസസിനെയാണ് നമ്മൾ എപ്പിസോഡ്സ് ഓഫ് കെയർ ഉദ്ദേശിച്ചത്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് ഓരോ എപ്പിസോഡ്സ് കെയറിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് ആണെങ്കിൽ ടെസ്റ്റുകൾ ആണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ അത് എന്ത് ചെയ്യും, ഓൾറെഡി എങ്ങോട്ടാണ് നമ്മളത് റെക്കോർഡ് ചെയ്തത്. ചെറിയൊരു മൈന്യൂട്ട് ആയിട്ട് ഇപ്പൊ ആളുടെ ടെമ്പറേച്ചർ നോക്കി, ബി പി നോക്കി, ഇതെല്ലാം തന്നെ നമ്മൾ എങ്ങോട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്, എന്തിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്? പേഷ്യന്റ് റെക്കോർഡ്സിലേക്ക് അല്ലെ, പേഷ്യന്റ് ചാർട്ട്സിലേക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആ സമയത്ത് ആളുടെ അവസ്ഥ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയുന്നതിനും അല്ലെങ്കിൽ ആളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു ഇതുവരെ എന്നുള്ളത് നമുക്ക് നോട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. എന്ത് ചെറിയ ഇൻഫോർമേഷൻസ് ആണെങ്കിൽ കൂടി നമ്മൾ ഇപ്പോ ഒരു പേഷ്യന്റ് ഒരു 10 മണിക്ക് വന്നു, ആളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടി വന്ന ഒരു ബി പി നോക്കും അല്ലെ. ബി പി നോക്കിയതിനു ശേഷം പിന്നെ വന്ന് അവിടെ തന്നെ മെഷർ ചെയ്യും, മെഷർ ചെയ്ത് അവിടെ നോട്ട് ചെയ്ത് വെക്കും. കണ്ടിട്ടില്ലേ നമ്മള് ക്യാഷ് ബാങ്കിലേക്ക് പോകുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മൾ അങ്ങനെ ഒബ്സർവേഷൻ ചെയ്തിട്ട് അപ്പൊ തന്നെ അത് നോട്ട് ചെയ്യുന്നത്. ആളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോ മെഡിക്കൽ പേഷ്യന്റ് റെക്കോർഡ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ അത് ഏത് സ്പെസിഫിക് കണ്ടീഷൻസിൽ കൊണ്ടുവന്നാൽ പോലും ആളുടെ ആ ടൈം മുതൽ അങ്ങോട്ടുള്ള, അതായത് ആ ഏത് സമയത്താണോ ചികിത്സ കൊടുത്തു തുടങ്ങിയത് ആ സമയം മുതലുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റ് റെക്കോർഡ്സുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓരോ സെക്കൻഡ്സിലും ഓരോ പ്രത്യേക സമയത്തും ഏതൊക്കെ കെയറുകൾ നമ്മൾ ആൾക്ക്
കൊടുക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റ് റെക്കോർഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബാക്കി അതിന്റെ പർപ്പസുകൾ എന്തൊക്കെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഒരു കാര്യം പറയാം, ഈ ചാപ്റ്ററിലെ തന്നെ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം ഒരു ഭാഗമുണ്ട്. പോകല്ലേ നിങ്ങള്? ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം പേജ് നമ്പർ 111. അവിടെ തുടങ്ങി ചിലപ്പോ അപ്പർ മാർക്സ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. അവരുടെ പോർഷൻ തീർന്നവർക്ക് ചിലപ്പോ അവിടെ തുടങ്ങിയത് അവരുടെ ആയിരിക്കും എടുക്കുന്നത്. ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം കേട്ടോ. HCICS തുടങ്ങി അവരുടെ ആയിരിക്കും എടുക്കുന്നത്. ഞാൻ പറഞ്ഞു തോന്നാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you. Have a nice day.